എംപവർ ബൈ ഫുൽവ. ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ ആരും ചെയ്തിട്ടില്ല ഇതുവരെ. ആ ഒരു സ്റ്റാർട്ടിംഗ് ടൈമിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെന്താ 100 കൗണ്ടർ ഉണ്ട്, ഒരു കൗണ്ടറിൽ ഒരു ദിവസം ഒരു ആവറേജ് ഒരു 30 ബോക്സ് വെച്ച് പോകും. ഒരു ബോക്സ് 250-3000 ബോക്സ് വിറ്റ് കഴിഞ്ഞാൽ 7 ലക്ഷം റുപ്യന്റെ ബിസിനസ്. സത്യം പറഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ടാർഗറ്റ്. നമുക്ക് റിട്ടേൺ വന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 700+ ബോക്സ് റിട്ടേൺ. ആകെ ഡൗൺ ആയി, കാരണം നമുക്ക് ഫണ്ട് വളരെ കുറവാണ്. ഫസ്റ്റ് എംപവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മൾ 4 ആളും ഒരുമിച്ച് ഇരുന്നിട്ട് എന്താ പറയുക, നമുക്ക് ചെയ്ത് നോക്കാം, ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടില്ല എന്നൊരു പ്ലാൻ ചെയ്തൊരു ക്യാമ്പയിനാണ് സത്യം പറഞ്ഞാൽ എംപവർ ബൈ ഫുൽവ. കാരണം ഒന്നാമത്തെ പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ ആരും ചെയ്തിട്ടില്ല ഇതുവരെ. കാരണം ഇതിൽ പാർട്ടായത് 100-നടുത്ത് വീട്ടമ്മമാര്, 30-ലേറെ ഓട്ടോക്കാരുണ്ട്, 100+ സ്റ്റുഡൻസ് ഉണ്ട്. ഇത്രയും ആൾക്കാർ ഇതിന്റെ പാർട്ടായിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈം ആയി നമ്മൾ എന്ത് ചെയ്ത്, ആദ്യം തന്നെ ഫസ്റ്റത്തെ ദിവസമല്ലേ ഒരു 3000 വേണ്ട, ഒരു 1000 എണ്ണം മതി. അങ്ങനെ 10 എണ്ണം വെച്ച് എല്ലാ കൗണ്ടറിലും ഇറക്കി. നമുക്ക് റിട്ടേൺ വന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 700+ ബോക്സ് റിട്ടേൺ ഫസ്റ്റ് ഡേ. ആകെ ഡൗൺ ആയി, കാരണം നമ്മൾ ആ ഒരു സമയത്ത് പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ നമ്മളിൽ ഫണ്ട് വളരെ കുറവാണ്. തൽക്കാലം റോൾ ചെയ്തിട്ട് കുറച്ച് ബില്ലിങ് കാര്യങ്ങളൊക്കെ പെൻഡിങ് വെച്ചിട്ട് ഈ ഫണ്ട് കിട്ടുന്നു ആ ഒരു പ്ലാനിങ് നമ്മൾ ചെയ്ത് ഒരു 5th 6th ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കസ്റ്റമേഴ്സ് ഇതിനൊരു എന്താ പറയുക, ഒരു ഹാപ്പി മൊമെന്റ്സ് ആക്കിയിട്ട് ഷെയർ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അത് നല്ല റീച്ച് കയറാൻ തുടങ്ങി. കാരണം ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ട്രെൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരിക. അത് നമുക്ക് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക് കൊളാബറേഷൻ വരാൻ തുടങ്ങി ഫുൽവ. അവിടെ ഒരു വലിയൊരു ലിവറേജിങ് നമുക്ക്, അതായത് വലിയൊരു പാഠം, വലിയൊരു നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് എംപവർ നമുക്ക് ഉണ്ടായത്. ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ നല്ല ലോസാണ് ഉണ്ടായത്. പക്ഷേ നമ്മുടെ മാർക്കറ്റിംഗ് സൈഡ്, നമ്മുടെ ബ്രാൻഡ് ലെവൽ നോക്കുകയാണെങ്കിൽ നല്ല കുറച്ച് ടൈം കഴിഞ്ഞ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ നമുക്ക് ഇന്ത്യൻ എക്സ്പ്രസ് അതുപോലെ തന്നെ ഷാർക്ക് ടാങ്കിലേക്ക് എൻട്രി കിട്ടി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിൻ്റെ ഇതിലാണ്. അതിന് കുറേ പാഠങ്ങൾ, മാർക്കറ്റിംഗ് സൈഡിൽ കുറേ കാര്യങ്ങൾ, UGCൻ്റെ പവർ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടിയ പാഠം ഒന്ന് നമ്മൾ അടുത്ത പ്രാവശ്യം ചെയ്യാൻ തീരുമാനിച്ചു. ഫസ്റ്റ് ഡേ ഇതെങ്ങനെ തീർത്താൽ മതി. പക്ഷേ നമുക്കിത് എൻ്റെ ചെയ്യുന്നതോട് കൂടിയിട്ട് കുറേ പാഠങ്ങൾ കിട്ടി. പിന്നെ ഒരു മിഡൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് ന്യൂസുകാർ വന്ന് നമ്മളെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്ക് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എസെൻസ്, ആ ഒരു ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഫീഡ്ബാക്സ്. അങ്ങനെ മെല്ലെ അതെങ്ങനെയെങ്കിലും എൻഡാക്കി വന്ന് അങ്ങനെ പെരുന്നാൾ എത്തി അല്ലെങ്കിൽ കഴിഞ്ഞ് പരിപാടി തീർത്ത്